ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു വയ്ക്കാം. അതായത് കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമ വിഷ്ണുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, വിഷ്ണുവേട്ടൻ മാത്രമല്ല എല്ലാവരും പറഞ്ഞത് ഭയങ്കര ഒരു പ്രണയമുള്ള ഒരു സിനിമയാണ്, ഒരു ലവ് സ്റ്റോറിയാണ്, പ്യുവർലി അതിനകത്ത് പ്രണയം മാത്രമാണെന്നൊക്കെയാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് എന്താ പറയുക സമയമായിട്ട് നമ്മൾ മലയാളത്തിൽ പല പല ജോണറിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ എന്താ പറയുക, നമുക്ക് ഈ ഒരു സിനിമ വരുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് മിക്കവാറും നമ്മുടെ കേരളത്തിൽ അടുത്തതായിട്ട് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. അപ്പം അനുശ്രീ ചേച്ചിനെയാണ് 2012 മുതൽ ഡയമണ്ട് നെക്ലേസിലൂടെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് തന്നിട്ടുള്ള ആദ്യത്തെ സിനിമയിൽ തന്നെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഡയലോഗ് പറഞ്ഞിട്ടുള്ള അനുശ്രീയെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം അനുശ്രീ. നല്ലൊരു കൈയുടെ എല്ലാവരും അനുശ്രീക്ക് കൊടുക്കുക. വെൽക്കം. സ്വന്തം സ്ഥലമാണല്ലോ, അപ്പം എന്താ പറയാ, നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുക, നാട്ടുകാരെ കാണുക, സംസാരിക്കുക. നിങ്ങൾ നാട്ടുകാരെയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കണം അനുശ്രീ ചേച്ചിക്ക്, നമ്മുടെ സിനിമയ്ക്കും. ചേച്ചിക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് സ്വന്തം നാട്ടുകാരോട്? എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. സോ അതിലൊരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിന്. അപ്പോൾ ആരും മറക്കാണ്ട് 2 ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ 20 ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ 2012 തുടങ്ങിയ ജേണിയാണ്. അത് ഇത്രയും വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ഇനി നമുക്കൊരു ചേച്ചീനെ കൂടി വിളിക്കണ്ടേ? ആ ചേച്ചി ആരാണ്? നിങ്ങൾ തന്നെ പറയൂ, ആരാടാ? നിഖില ചേച്ചി 2009 ഭാഗ്യദേവത എന്ന് പറഞ്ഞ സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റായി വന്ന് 2015 മുതൽ പിന്നെ എന്താ പറയുക, ഇങ്ങനെ പുട്ടിന് തേങ്ങയിട്ട പോലെ എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും, അതുപോലെ ഇഷ്ടം പോലെ സിനിമകൾ ചെയ്ത് മലയാളികളുടെ മനസ്സിലും തമിഴന്മാരുടെ മനസ്സിലും തെലുങ്കന്മാർ എല്ലാ ഭാഷയിലും തമിഴ്, തെലുഗു, കന്നഡയിലൊക്കെ അഭിനയിച്ച് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ആക്ട്രസ് ആയി മാറിയിട്ടുള്ള നിഖില വിമലിനെ ഭയങ്കര സ്നേഹത്തോടു കൂടി ഞാൻ ഈ വേദിയിലോട്ട് വിളിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം നിഖില വിമൽ. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക് നിഖിലയ്ക്ക്. ഹായ് നിഖില. ഹലോ, ഹായ്. നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് കൊല്ലത്ത് വന്നിട്ട്. അതെ, നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. അതും ഇവിടെ ആശ്രമ മൈതാനത്താണ്. സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത്, ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ. അതറിയാൻ പറ്റിയ പോലെയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും. യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം. പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ച് തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ. ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ 20 റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ അത് പറയാനും ഞങ്ങളെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സുഖം. താങ്ക് യു. അപ്പോൾ നിഖില പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ. ഇനി ദക്ഷിണാമൂർത്തി പുരസ്കാരം നേടിയിട്ടുള്ള 2 നാഷണൽ അവാർഡ്, ഉസ്താദ് ബിസ്മില്ല യുവ പുരസ്കാരവും ദേവദാസി അവാർഡും ക്ഷേത്രകല അക്കാദമി അവാർഡും നേടിയിട്ടുള്ള അത് വെരി ഫേമസ് ഡാൻസർ മെതിൽ ദേവികയാണ് നമ്മുടെ കൂടെ വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം മെതിൽ ദേവിക. ചേച്ചി നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ്. എല്ലാവരെയും കാണാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്? ആദ്യമായി എല്ലാവർക്കും നമസ്കാരം.
ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു റോളിൽ വന്ന് നിൽക്കുന്ന ആദ്യമായിട്ടാണ്. ഇത് വളരെ സന്തോഷം. വിഷ്ണുമോഹൻ എന്നെ ഈ ഒരു സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ വളരെ എന്താ പറയുക, അതിൽ ഞാൻ വളരെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ഡാൻസിൻ്റെ ഒന്നുമില്ല, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരു വലിയൊരു ഭാഗ്യം. എല്ലാവരും സെപ്റ്റംബർ 20 തീർച്ചയായും പോയി കാണണം. താങ്ക് യു. ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് നമ്മുടെ വിഷ്ണു മോഹൻ ചേട്ടൻ ഡയറക്ടറാണ്, റൈറ്ററാണ്. നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് വിഷ്ണു ചേട്ടനെ വേദിയിലോട്ട് ക്ഷണിക്കാം. എന്നിട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. സോ വിഷ്ണു ചേട്ടാ, പ്ലീസ് കം. എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പേരുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. വർഷ പറഞ്ഞാൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം കൊച്ചി, തിരുവനന്തപുരം എന്നുള്ള സിറ്റികളിലൊക്കെ നടക്കുമ്പോൾ ആണ് നമ്മൾ കൊല്ലത്ത് പിന്നെ പരിപാടി വെക്കാൻ തീരുമാനിച്ചത്. അത് ഞാൻ യാദൃശ്യമായിട്ട് ഒരു മുമ്പൊരു പ്രോഗ്രാംസ് ഈ ആശ്രമ ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് ഇവിടെ വന്നത് കാണുകയുണ്ടായി. ആ സമയത്ത് ഇവിടെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് നിറച്ച് ആളുകളും ഒരു ആഘോഷം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിങ്ങനെ പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചത്. മേപ്പടിയാന് ശേഷം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എല്ലാവർക്കും പൊതുവെ പറയാറുണ്ട് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ ആദ്യത്തെ സിനിമയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചും എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കഥയും അല്ലെങ്കിൽ അത്രയൊരു സിനിമയാണ് കഥ എന്നിവരിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു പ്യുവർലി ലവ് സ്റ്റോറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥയും സിനിമയുമായിരിക്കും. ഇന്നിപ്പോൾ എന്നോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നിഖില വിമൽ, അനുശ്രീ, അനുമോഹൻ, പിന്നെ ആദ്യമായി നമ്മൾ സിനിമയിലേക്ക് ഓൺ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട നർത്തകി ശ്രീമേതൻ ദേവിക, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സിനിമയിലെ നായകൻ ശ്രീ ബിജു മേനോൻ, അദ്ദേഹം ഒരു തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിൽ ചെന്നൈയിൽ പെട്ടുപോയതുകൊണ്ടാണ് എത്താൻ സാധിക്കാതിരുന്നത്. ബാക്കി നമ്മുടെ ഹക്കീം ഷാജഹാൻ ഇതിനകത്തൊരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ഹക്കീമും ദുബായിൽ ഒരു ഫംഗ്ഷൻ, അവാർഡ് ഫംഗ്ഷനായിട്ട് പോയതാണ്. ബാക്കി എല്ലാ താരങ്ങളും നമ്മളോട് ഈ സിനിമയിലുള്ളവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് 20-ാം തീയതി ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നന്ദി. താങ്ക് യു ചേട്ടാ. അപ്പം ചെറുതായിട്ട് ശ്രദ്ധ വിട്ടുപോയി, അതാണ്. എല്ലാവർക്കും നമസ്കാരം. അനുശ്രീ പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ആശ്രമ മൈതാനത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട്, നമ്മുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പം അതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ നമ്മൾ ഒരുപാട് നാട്ടുകാർ എഴുന്നേൽക്കുന്ന ഒരു സിനിമയാണ്, കൊല്ലങ്കാരുടെ സിനിമയാണ്. അപ്പോൾ ഈ കഥ എന്നവരെ സെപ്റ്റംബർ 20 തിയേറ്ററുകളിൽ എത്തുകയാണ്. ഒരുപാട് കലാകാരന്മാർ, എൻ്റെ അപ്പൂപ്പൻ ഉൾപ്പെടെ ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാർ പിറന്നു വീണ മണ്ണാണ്. അവിടുന്ന് ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. ആ കഥ എന്നവരെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സെപ്റ്റംബർ 20 നടക്കാതെ കാണുക. അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം കൊല്ലങ്കാര് പൊതുവെ പിശുക്കരാണെന്ന് പുറത്തുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് നല്ല കയ്യടി ആ പിശുക്ക് മാറ്റി വെച്ചൊന്ന് കൊടുത്ത് അടിപൊളിയായിട്ട് എല്ലാവരും. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതിന് കാരണം അനുശ്രീയാണ്. ഇന്നലെ അനുശ്രീയുടെ വീട്ടിലെ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് 1ാം സ്ഥാനം നേടിയത്. അപ്പോൾ അതിനുള്ള ബഹളത്തിനിടയിൽ സൗണ്ട് നഷ്ടപ്പെട്ടതാണ്. എന്തായാലും ഒരു നല്ല സിനിമയാണ്. ഇതിൽ പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കൈവോക്കി. ഞാൻ കോട്ടയം രമേശ് എന്തെങ്കിലും പ്രതീക്ഷിച്ചു. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട്. അത് പല തരത്തിലായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ്. കാരണം പ്രണയിച്ചിട്ടുള്ള ഒരാളാണ് പലപ്പോഴും പൊരുത്തം നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത, ഒരുപക്ഷെ നമ്മുടെ ജീവിത ബന്ധാവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ്. വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ്, അടൂരാണ് വീട്. അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ്. വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട്
പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണുമോഹൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാനാണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. നല്ല പ്രണയകഥയായിരിക്കും. തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലക്കാരാണ്. കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി. പോയി കാണില്ലേ? അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം. നേരത്തെ എന്റെ പേര് ആരോ പറഞ്ഞു. അപ്പൊ കോട്ടയം രമേശേട്ടൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്ത ആരെയോ നിർത്തിച്ച് പറയിച്ച ആള് അല്ലല്ലോ. ആ പറഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. നല്ലൊരു സിനിമയാണ്. മേരൽ ദേവിക മാമൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത്. ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മളോട് വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കൃഷ്ണപ്രസാദ് അടക്കമുള്ള ആളുകൾ. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക. നന്ദി കൊല്ലം. താങ്ക് യു ചേട്ടാ.